രണ്ട് വ്യൂ ആണ് കഴിഞ്ഞ വീഡിയോന് കിട്ടിയത്. ഞാൻ ഫിറ്റ്നസ്സും ഗ്ലാമറും ഫോട്ടോഗ്രാഫിയും ഇതൊക്കെ പറഞ്ഞ് അങ്ങ് സെറ്റാവെന്ന് വിചാരിച്ചിട്ട് അതാണ് അവസ്ഥ. അപ്പം എനിവേ പാർട്ട് 2 നമുക്ക് ഇപ്പം തുടങ്ങാം. ഡയറക്റ്റ് പോയിന്റിലേക്ക് വരാം. ഫിറ്റ്നസ് ആൻഡ് ഗ്ലാമർ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് 3 കാറ്റഗറി സംസാരിക്കാം. ഫിറ്റ്നസ് ആൻഡ് ഗ്ലാമർ ഫോട്ടോഗ്രാഫി ആൻഡ് ബോഡി ബിൽഡിംഗ് ഫോട്ടോഗ്രാഫി ആർക്കൊക്കെ തുടങ്ങാം. ഓക്കെ, ഒന്ന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിരിക്കും. കാരണം ഫോട്ടോഗ്രാഫീനെ പറ്റിയിട്ടെല്ലാം അറിയാം. ഈ സ്റ്റൈലും സെറ്റപ്പൊക്കെ ഒന്ന് പഠിച്ച് ഇറങ്ങിയാൽ മതി. 2, ഓൾറെഡി ഫോട്ടോഗ്രാഫി ഹോബിയൊക്കെ കൊണ്ട് നടക്കുന്നവർ, കുറച്ച് ബേസിക്സ് അറിയാം, ഇനിയും കുറച്ച് പഠിക്കാനുണ്ട്. അവർ ആദ്യം തൊട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. 3, ആക്ച്വലി 4 കാറ്റഗറിയാണ്. 3 ഇപ്പം ഫോട്ടോഗ്രാഫർ ആവണം, ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിനനുസരിച്ച് തന്നെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ലേ, ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോൾ ആദ്യം പൂവും പൂച്ചേനയും ഇതിനൊക്കെ എടുത്ത് വീട്ടിലെ അമ്മൂമ്മൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളെ കൂടെ ഒരു ബോഡിയുള്ള ഫ്രണ്ട് എങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളീൻ്റെയോ അല്ലെ പുള്ളിക്കാരത്തിൻ്റെയോ ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങിയാൽ ബൈ ദ ടൈം ഫോട്ടോഗ്രാഫി ഒക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഓൾറെഡി ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കോച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫി, ഫിറ്റ്നസ് ഗ്ലാമർ ആൻഡ് ബോഡി ബിൽഡിംഗ് ഫോട്ടോഗ്രാഫി അടിപൊളി കരിയർ ഓപ്ഷനാണ്. എനിക്കറിയില്ല അവിടെ എന്താ പറയുക, ഫിറ്റ്നസ് ട്രെയിനറൊക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ കാണാം, പൈസ കുറവാണ്, ചിലവർ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഇത് സൈഡിൽ കൊണ്ടു നടക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. കാരണം എനിക്കറിയുന്ന 1-2 ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സായിട്ട് മാറിയിട്ട് ഇപ്പോൾ ടോപ്പ് നോച്ചിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ, ഫോട്ടോഗ്രാഫേഴ്സിനെക്കാട്ടും കൂടുതൽ അവർക്കാണ് ഒരു പടി മുന്നേ അഡ്വാൻറ്റേജ്. അവർക്ക് ഓൾറെഡി ക്ലയൻസ് ഉണ്ട്, ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം, എക്സസൈസിനെ പറ്റി അറിയാം, ആംഗിൾസ് അറിയാം, അങ്ങനെ എല്ലാ പരിപാടികളും അറിയാം. ഫിറ്റ്നസ് ട്രെയിനർ ആണെങ്കിൽ ഓൾറെഡി കുറച്ച് ഫോണൊക്കെ യൂസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബാക്കി എല്ലാവരെക്കാട്ടും ഒരു ഹെഡ്സപ്പാണ്. ക്ലൈൻറ്റ് അത് ഇത് ജിമ്മുണ്ട്, സെറ്റപ്പ് അറിയാം, അങ്ങനെയാണ്. അതിലേക്കാണ് അപ്പം എൻ്റെ ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ഫിറ്റ്നസ് ഗ്ലാമർ ആൻഡ് ബോഡി ബിൽഡിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചിലപ്പോൾ തെരുവിൽക്കായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പാണ് ജിമ്മിൽ പോകാന്നുള്ളത്. ഇപ്പം എന്നെ കണ്ടിട്ട് ഞാൻ പോയില്ല ജിമ്മനാന്നല്ല ഞാൻ പറയുന്നത്, കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ നിങ്ങളെ ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫർ എന്നുള്ളത് ഫോട്ടോഗ്രാഫർ ആണെങ്കിലും വെറും ക്യാമറ പരിപാടിയല്ല. ഇപ്പം നിങ്ങളിപ്പം ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫർ ആയി എന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾ ഇതുവരെ ജിമ്മിലും പോയിട്ടില്ല, അവിടെ ഒരു ബോഡി ബിൽഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് പേഴ്സണിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയി. പുള്ളിനോട് എന്ത് പറയും? ആ മെഷീൻ യൂസ് ചെയ്യും. അതെന്തിനാന്നുള്ള മെഷീൻ പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെ ആ ഫോട്ടോ ജെനുവിനായി എടുക്കും? കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാക്കിൻ്റെ എന്താ പറയുക എക്സസൈസിൻ്റെ മെഷീനാന്ന് വെക്കുക, ലാറ്ററൽ പുൾ ഡൗണിൻ്റെ മെഷീനാന്ന് വെക്കുക. അപ്പം അവിടെ പോയിട്ട് നമ്മൾ എന്ത് പറയുക അവരോട്? ഈ ബാക്കിൻ്റെ എക്സസൈസ് ഓക്കെ, ഏത് മെഷീനിലാണ് ബാക്ക് അടിപൊളിയായി കാണാം, ഏത് മെഷീനിലാണ് നല്ല ചെസ്റ്റ് അടിപൊളിയായിട്ട് പമ്പ് ചെയ്ത് പിടിക്കാം, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഫോട്ടോ എടുക്കും? അവിടെ പോയിട്ട് ഇതിൻ്റെ മെയിൻ ഒരു കാര്യമാണ് ഡയറക്ഷൻ. നമ്മൾ ഇപ്പോൾ അത്ലീറ്റ്സ് എത്ര നല്ലതാണെങ്കിലും നല്ല ബോഡി ഉണ്ടെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. അതായത് നിങ്ങൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആംഗിളിൽ നിൽക്കേണ്ടത്, നിങ്ങൾ എവിടുന്ന് എന്താ പറയുക എത്ര പുഷ് ചെയ്യണം. ചിലപ്പം ഇപ്പോൾ എന്താ പറയുക ചെസ്റ്റ് പ്രസ്സിൻ്റെ തന്നെ പറഞ്ഞു, ഇപ്പം സീറ്റഡ് ചെസ്റ്റ് പ്രസ് മെഷീനിലടിക്കാം. ഫുൾ ഇങ്ങനെ വെച്ചാൽ ആ പ്ലേറ്റ്സും അതെല്ലാം കൊണ്ട് അവരുടെ മുഖം കവറാവും. അപ്പം നോർമലി ഒരു എക്സസൈസിൽ ഫുൾ റേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഒരു എക്സസൈസിൽ പിടിക്കുക ഇത്ര വരെയാണ്, ഏകദേശം പകുതി. അപ്പോൾ അവരുടെ ഫേസും കാണാൻ, ചെസ്റ്റും പമ്പായിട്ടുണ്ട്. ഫുൾ ഡൗൺ ആണെങ്കിലും ശരിയാവില്ല.
അത് നിങ്ങൾക്ക് ജിമ്മിൽ പോകുമ്പോഴൊക്കെയാണ് മനസ്സിലാവുക. ജിമ്മിൽ പോകുമ്പം എന്താ പറയുക, ഫിറ്റ്നസ് പേഴ്സണൽസിനോട് സംസാരിക്കുമ്പം, അവരെ കാണുമ്പം, ബാക്കിയുള്ളവരെ കാണുമ്പം ജിമ്മിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റൊരു ഐഡിയ ഉണ്ടാവുക. അല്ലാതെ ഇപ്പം ഓക്കെ ശരി, അവിടെയാണ് ഈ ഡിഫറൻസും വരുന്നത്. ഇപ്പോൾ സാധാരണ ഫോട്ടോഗ്രാഫേഴ്സാണ്, സാധാരണ ഫോട്ടോഗ്രാഫർ ഞാൻ കുറച്ച് പറയുന്നല്ല കേട്ടോ, പോർട്രേറ്റ് അതായത് കിട്ടുന്ന ഫോട്ടോഗ്രാഫറാണ്. അപ്പം ആ ഫോട്ടോഗ്രാഫറിനെ നിങ്ങൾ ജിമ്മിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, വാ നിങ്ങൾ ഫോട്ടോ എടുക്ക്, ഞാൻ പറഞ്ഞുതരാം എല്ലാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ക്ലയൻറ്റ് തന്നെ പറയാം, ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ ഫോട്ടോ എടുക്കുക. ക്ലയൻറ്റ് കാണുന്നില്ലല്ലോ എന്താ നടക്കുന്നതെന്ന്, ആംഗിളും ഇതൊക്കെ ഫോട്ടോഗ്രാഫറല്ലേ. ചിലപ്പം എന്താ പറയുക, കിട്ടി പോയി എന്ന് പറഞ്ഞാൽ ശിക്കാരി ശംഭുവിൽ ഒരു 500 ഫോട്ടോ എടുത്താൽ എന്തായാലും ഒരു 10 രൂപ ഫോട്ടോ കിട്ടും. പക്ഷേ നമ്മളിപ്പം ഫോട്ടോഗ്രാഫറല്ല, നമ്മൾ അവേഴ്സിന് ആണ് ചാർജ് ചെയ്യുക. ഒക്കെ അടിച്ച് പറയാൻ നല്ല, ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ റേറ്റ് കാർഡ്സ് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, എത്രയാണ് അതിൻ്റെ അകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. ഞാൻ ചാർജ് ചെയ്യുന്നത് $400 തൊട്ട് $450 45 മിനിറ്റിന് ചാർജ് ചെയ്യുന്നത്. 10 ഫോട്ടോ എഡിറ്റഡ് കൊടുക്കും, ഒരു ചെറിയ റീല് കൊടുക്കും. അവിടെയാണ് തുടങ്ങുന്നത്. അവിടെ തൊട്ട് ഞാൻ ഏകദേശം $3000 വരെയുള്ള പാക്കേജ് ഉണ്ട്. അപ്പം എപ്പോഴും ആ 3000 ഒന്നും മിക്കവാറും വിൽക്കാൻ പറ്റൂല. മിക്കവാറും എൻ്റെ ആവറേജ് പാക്കേജ് സെയിൽ മിക്കവാറും $550 to $600 പാക്കേജാണ് എപ്പോഴും വിറ്റ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, $150 തുടങ്ങി ഇത്രയും 4 കൊല്ലം കൊണ്ട് ഇത്രയൊക്കെ എത്തിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ. അത് ഇത്രയും ഫോട്ടോഗ്രാഫേഴ്സും എന്താ പറയുക, ബോഡി ബിൽഡേഴ്സും എല്ലാം ഉള്ള ഈ സിഡ്നിയിലാണെങ്കിൽ നാട്ടിൽ ഇതൊക്കെ തന്നെ നടക്കാം. ഡോളേഴ്സിൻ്റെ പോലെ ആയിരിക്കില്ല, പക്ഷേ അവിടെ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 45 മിനിറ്റിൽ 12 നല്ല ഫോട്ടോ എടുക്കുന്ന വലിയ സംഭവമല്ല. പക്ഷേ അവർക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കണം. നമ്മൾ 12 ഫോട്ടോയിൽ എടുക്കരുത്, നമ്മൾ 100-150 ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്നാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ആ 45 മിനിറ്റ്സ് നമ്മൾ അവിടെ പോയി തപ്പാൻ പറ്റില്ല, ഈ മെഷീൻ എന്താ ഇതെന്താ അവരോട് ചോദിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പറയും ഓക്കെ നമ്മൾ മേജർ എന്താ ഒരു ബാക്കിൻ്റെ എടുക്കാം, ഒരു കുറച്ച് ആംസ്, ചെസ്റ്റ്, ലെഗ്, അങ്ങനെ ആയിട്ടുള്ള മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം ഓക്കെ നമുക്ക് അടുത്തത് ബെഞ്ച് പ്രസ്സിലേക്ക് പോകാം, അടുത്തത് എന്താ പറയുക സ്മിത്ത് മെഷീനിലേക്ക് പോവാം, അല്ലെങ്കിൽ അടുത്തത് നമുക്ക് പുള്ളിയിലേക്ക് പോവാം. ഇതൊക്കെ അറിഞ്ഞാലേ ഫോട്ടോ എടുക്കാൻ പറ്റും. പ്ലസ് ഒബ്വിയസ്ലി നിങ്ങൾ ജിമ്മിൽ പോയി ചുമ്മാ വായ നോക്കിയിട്ട് വരല്ലേ. ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും എക്സസൈസ് ചെയ്യും. കുറച്ച് എക്സസൈസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഫിസിക്കലി നല്ലതാണ്, അതെന്തായാലും അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ്. പക്ഷേ നിങ്ങൾ ഫിറ്റ്നസ്, ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഗ്ലാമർ ഫോട്ടോഗ്രാഫറാണെങ്കിൽ ജിമ്മ്, ഗ്ലാമർ ഫിറ്റ്നസ് റിലേറ്റഡ് ഗ്ലാമർ ആണെങ്കിൽ ജിമ്മ് പോയേ പറ്റൂ. അതാണ് ഏറ്റവും നമ്പർ 1 ടേക്ക്. അപ്പം ഞാൻ അവിടെ നിർത്തുന്നത്. ഇതിൽ ഇനി 2, 3, 4 വ്യൂ വരുമെന്നറിയില്ല. പക്ഷേ പോയിന്റ് നമ്പർ 1, ഫിറ്റ്നസ്, ബോഡി ബിൽഡിങ് ആൻഡ് ഗ്ലാമർ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ജിമ്മ് പോവുക, മെഷീൻസ്, വെയ്റ്റ്സ് എല്ലാം മനസ്സിലാക്കുക. അവിടെ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് കണക്ഷനും കിട്ടും. ബോഡി ബിൽഡേഴ്സിനെ കാണാം, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ബ്രാൻഡ്സ് വരുന്നത് കാണാം, ജിമ്മിലെ ഓണറിനെ കാണാം. അങ്ങനെ അവിടെ നിങ്ങൾ ആദ്യത്തെ ക്ലയൻറ്റിനെയും കിട്ടും. അതാണ് എൻ്റെ ഉറപ്പ്. ഒരു കാര്യം ആഡ് ചെയ്യാന്ന് വിചാരിച്ച്, ഇവിടെ സിഡ്നിയിൽ നല്ല തണുപ്പാണ്. ഞാൻ ഈ തലയിൽ വെച്ച സാധനം ഊരാൻ മറന്നു വീഡിയോയിൽ. അപ്പം അതുണ്ട്, സ്റ്റൈലിനല്ല. രാവിലെ ഇവിടെ 5:30 ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടാൽ ദിവസം എന്താ പറയുക കുറച്ച് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചുള്ള പരിപാടിയിലാണ് ഈ 5:30ക്ക് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം ഉള്ളത്.